അങ്ങനെ ഫൈനലി രണ്ടാഴ്ചകൾക്ക് ശേഷം ആപ്പിളിൻ്റെ അപ്കമിങ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 27 ബീറ്റ 2 ആപ്പിൾ ഇന്നലെ റിലീസ് ചെയ്തു. ഈ ഒരു അപ്ഡേറ്റ് നിലവിലുള്ളത് ബീറ്റ വെർഷനിലാണ്. ബീറ്റ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് വെർഷനാണ്. അതായത് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ഒഫീഷ്യലി ഡിവൈസുകളിൽ എല്ലാ യൂസേഴ്സിനും അവൈലബിൾ ആയിട്ടില്ല. അത് വരുന്നത് അടുത്ത മാസം ജൂലൈയിൽ ഇതിൻ്റെ പബ്ലിക് ബീറ്റ വരും. അതിനുശേഷം വരുന്ന സെപ്റ്റംബർ മാസമായിരിക്കും ഇത് ഒഫീഷ്യലി പുതിയ ആപ്പിൾ പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യുന്നതോടൊപ്പമായിരിക്കും ഇത് ഒഫീഷ്യലി നമ്മളുടെ എല്ലാം ഡിവൈസുകളിൽ ലഭിക്കുന്നത്. ഈ iOS 27 കറന്റ് iOS 26 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും സപ്പോർട്ടഡ് ആണ്. വിച്ച് മീൻസ് iPhone 11 മുതൽ 17 Pro Max വരെയുള്ള ഡിവൈസുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ iOS 27 ഉള്ളത് ബീറ്റയിലാണ്. അതുകൊണ്ട് നിരവധി ബഗ്ഗുകളും പ്രോബ്ലംസും ഇഷ്യൂസും ടെസ്റ്റിങ്ങുകളും ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നോർമൽ യൂസേഴ്സിന് അവരുടെ ഡിവൈസിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പലതരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 27 ബീറ്റ 2ൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, ഇപ്പോൾ പെർഫോമൻസിലായിക്കോട്ടെ UI-യിലായിക്കോട്ടെ പുതിയ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ iOS 27 വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാഞ്ഞ ഒരു ഫീച്ചറായിരുന്നു പുതിയ സിറി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിറിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. ഇപ്പം നമുക്ക് കാണാം സിറി ഈസ് റെഡി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. സോ സിറി ഇപ്പോഴും നിങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ കീപ്പ് ഓൺ വെയിറ്റിംഗ്. കാരണം പതുക്കെയാണ് ഈ ഒരു റോൾ ഔട്ട്, പുതിയ സിറിയുടെ റോൾ ഔട്ട് നടക്കുന്നത്. സോ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സിറി നമുക്ക് റെഡി ആകുമ്പം അതിങ്ങനെ സെറ്റപ്പായി വരുന്നതായിരിക്കും. സോ ഇതിൽ വന്ന ഒന്നാമത്തെ മാറ്റം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ്ലി ബീറ്റ 1 അതാണ് റൈറ്റ് സൈഡിലുള്ളത്, ബീറ്റ 2 ലെഫ്റ്റ് സൈഡിലും. ബീറ്റ 1 ഇവിടെ കാണാം സിറി ബീറ്റ എന്ന് പറഞ്ഞിട്ടായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ ബീറ്റ 2 വന്നപ്പം സിറി AI ബീറ്റ എന്ന് പറഞ്ഞ ആ ഒരു വേർഡിങ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ടോക്കിംഗ് എന്നായിരുന്നു ബീറ്റ 1 ഉണ്ടായിരുന്നത്. ടോക്കിംഗ് അതിൽ നമുക്ക് കാണാം ഹേയ് സിറി അങ്ങനെ വന്ന ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റിലേക്ക് വന്നപ്പം റിക്വസ്റ്റ് എന്നുള്ളതാക്കിയിട്ടുണ്ട്. സോ ടോക്കിംഗ് എന്നുള്ളത് മാറ്റി റിക്വസ്റ്റ് എന്നാക്കിയിട്ടുണ്ട്. അതിലും സെയിം ഓപ്ഷൻസും ഫീച്ചേഴ്സും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു മാറ്റം, മെസ്സേജിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും റെസ്പോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ സെപ്പറേറ്റ് ആയിരുന്നു ബീറ്റ 1. എന്നാൽ ബീറ്റ 2 വന്നപ്പം അത് രണ്ടും കൂടെ ഒരുമിച്ചാക്കിയേക്കുവാണ്. സോ റീഡ് മെസ്സേജസ്, സെൻഡ് മെസ്സേജസ്, അതോടൊപ്പം സ്പോക്കൺ റെസ്പോൺസസ് എന്ന് പറഞ്ഞ 3 ഓപ്ഷനും കൂടെ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ ഉണ്ടായിരുന്ന 2 ഓപ്ഷൻസും കൂടെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ചാക്കിയേക്കുവാണ്. ആൻഡ് താഴത്തേക്ക് പോകുമ്പം iPhone 17 Proയിലും iPhone Airലും മാത്രമുള്ള ഒരു സിറിയുടെ ഡെഡിക്കേറ്റഡ് ഫീച്ചറാണ് എക്സ്പ്രസീവ് വോയിസ് പ്രിവ്യൂ എന്ന് പറയുന്നത്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിറിയുടെ ടോൺ, അതിൻ്റെ ഫേസും എക്സ്പ്രസിവിറ്റിയും ചേഞ്ച് ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതും നമുക്കിവിടെ കമ്മിങ് സൂൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഇപ്പം ബീറ്റ 1 റൺ ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ബീറ്റ 2 വന്നപ്പം കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിൽ ഇത് ഇന്നാക്റ്റീവ് ആണ്. ആ ഒരു ഫീച്ചർ താമസിക്കാതെ വരും എന്നാണ്. ആൻഡ് ആപ്സ് എന്ന് പറഞ്ഞാൽ ബീറ്റ 1 ഉണ്ടായിരുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 2 സെപ്പറേറ്റ് ഓപ്ഷൻസ് ആയിരുന്നു. അതിപ്പം കമ്പൈൻ ചെയ്ത് രണ്ടും കൂടെ ബീറ്റ 2 വന്നപ്പം വെളിയിൽ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. എക്സ്റ്റൻഷൻസും പിന്നെ വിഷ്വൽ ഇൻ്റലിജൻസ് അതിനും ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ടു ഇമേജ് സെർച്ച് എന്ന് പറഞ്ഞ ഫീച്ചർ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ആ ഒരു ഇമേജ്, ഇപ്പോൾ നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് സെർച്ച് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ആ ഒരു ഫീച്ചറും നമുക്കിപ്പം റൈറ്റ് ഫ്രം സിറി സെറ്റിംഗ്സിൽ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സിറിയുടെ വിഷ്വൽ അപ്പിയറൻസിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് സൈഡ് ബൈ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ കാര്യം, പഴയ സിറി എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ എന്തെങ്കിലും റെസ്പോൺസ് ചെയ്യുമ്പം ആ ബബിൾ വലുതാണെന്ന് കാണാൻ സാധിക്കും. പുതിയ സിറിയിൽ നമുക്ക് ആ ബബിളിൻ്റെ സൈസ് കുറച്ചുകൂടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബബിളിൻ്റെ സൈസും ചെറുതായിട്ട് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പുതിയ സിറിയുടെ ഭാഗമായിട്ട് ആപ്പിൾ ഇവന്റിൽ തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് പുതിയ ഡെഡിക്കേറ്റഡ് സിറി ആപ്പ്. സോ ഇതിൽ നമ്മൾ നടത്തിയിട്ടുള്ള കോൺവെർസേഷൻസ്, എല്ലാ കോൺവെർസേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. യൂഷ്വലി നമ്മൾ ജെമിനായി അല്ലെങ്കിൽ ChatGPT ഒക്കെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പുതിയ കോൺവെർസേഷൻസ് ഓപ്പണായി വരുന്ന ആനിമേഷൻസ് ഒക്കെ റിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ കാണാൻ സാധിക്കും. സോ ശ്രദ്ധിച്ചോണം, നമ്മൾ ബീറ്റ 1 ടാപ്പ് ചെയ്യുമ്പം ആ കീബോർഡ് വരുന്നില്ല, കുറച്ച് ഡിലേ വരുന്നുണ്ട്, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കീബോർഡ് വരുന്നത്. എന്നാൽ ബീറ്റ 2 വന്നപ്പം ആ റൈറ്റ് അവേ നമ്മൾ ആ ഒരു ന്യൂ കോൺവെർസേഷൻ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ കീബോർഡും ലഭിക്കുന്നതാണ്. റൈറ്റ് അവേ നമുക്ക് ആ കീബോർഡും പോപ്പപ്പായി വരുന്നുണ്ട്. 2 ഈ ഒരു 3 ഡോട്ട് ഉണ്ടല്ലോ, ആ ഓപ്ഷനിൽ ടാപ്പ് ചെയ്താൽ ബീറ്റ 1 ഇങ്ങനെ ഗ്രിഡ്, ലിസ്റ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ബീറ്റ 2 വന്നപ്പം ഈ ഒരു 3 ഡോട്ട് ഓപ്ഷനിൽ നമുക്ക് സെലക്ട് എന്ന് പറഞ്ഞ അഡീഷണൽ ഓപ്ഷനും കൂടെ കാണാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് കോൺവെർസേഷൻസ് ഒക്കെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ എളുപ്പം എന്നുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അടുത്തത് പിൻഡ് കോൺവെർസേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബീറ്റ 1 എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിൻ മാർക്ക് വലുതായിട്ട് ടെക്സ്റ്റ് കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ബീറ്റ 2 വന്നപ്പോൾ നമുക്ക് കാണാം ആ പിന്നിൻ്റെ ഗിഫ് ഐക്കൺ ഏറ്റവും മുകളിലേക്ക് പോയി. നമ്മൾ യാതൊരു തരത്തിലും ടെക്സ്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലല്ല. അതോടൊപ്പം തന്നെ നമ്മൾ
ആസ്ക് സിറി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിലുള്ള ആ ഒരു ബ്ലിങ്ക് ചെയ്യുന്ന കേഴ്സർ കാണാൻ സാധിക്കും. ബീറ്റ 1 അത് ഭയങ്കര ബ്രൈറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ബീറ്റ 2 വന്നപ്പം ആ കേഴ്സർ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചിട്ടുണ്ട്. ആൻഡ് പുതിയ സിറിനെ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഡിസലൗ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത കാര്യമില്ല. പവർ ബട്ടണിൽ ജസ്റ്റ് സിംഗിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഡിസലൗ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വന്ന മാറ്റം എന്ന് പറയുന്നത് കീബോർഡിൽ ലിറ്ററലി ഏത് കീബോർഡ് ഏത് ആപ്ലിക്കേഷനിൽ നമ്മൾ ഓപ്പൺ ചെയ്താലും അവിടെ റൈറ്റ് വിത്ത് സിറി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ, ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ റൈറ്റ് വിത്ത് സിറി എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് കോർണറിലേക്ക് പോയേക്കുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിറി ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. സോ സിറി എയുടെ ഫീച്ചേഴ്സ് നമുക്ക് ലിറ്ററലി എവിടെ വേണമെങ്കിലും ഈസിലി യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കോപ്പി ചെയ്യുന്ന ടെക്സ്റ്റുകളുടെ ആ രീതി ഇതിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ കോപ്പി ചെയ്തേക്കുന്ന ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ചെയ്തേക്കുന്ന ടെക്സ്റ്റുകൾ വളരെ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു അലൈൻമെൻ്റ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പേസ്റ്റ് ഫ്രം സഫാരി എന്നുള്ളത് പഴയതിൽ പേസ്റ്റ് എന്നുള്ളതിൻ്റെ പി സ്മോൾ ലെറ്റർ ആയിരുന്നു. ആൻഡ് ഇതിലേക്ക് വന്നപ്പം അതൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്ററും അതിൻ്റെ അലൈൻമെൻറ്റ്സും ഓവറോൾ എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കോപ്പി ചെയ്യുന്നത് ഒരു ഇമേജ് ആണ് എന്നുണ്ടെങ്കിൽ ബീറ്റ 1 പേസ്റ്റ് ഫ്രം സ്ക്രീൻഷോട്ട് എന്നുള്ളത് വലിയ രീതിയിലായിരുന്നു കൊടുത്തിരുന്നത്. നമുക്ക് ആ ഒരു ഇമേജിൻ്റെ പ്രിവ്യൂവും അവിടെ കാണാൻ സാധിക്കും. പക്ഷേ ആ ടെക്സ്റ്റ് അത്ര അലൈൻഡ് ഒന്നുമല്ല. എന്നാൽ ബീറ്റ 2 വന്നപ്പം നമുക്ക് കാണാം ആ ഒരു ഇമേജിൻ്റെ പ്രിവ്യൂ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം പേസ്റ്റ് ഫ്രം സ്ക്രീൻഷോട്ട് എന്നുള്ളത് വളരെ ലൈറ്റ് കളറിലേക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫോട്ടോ എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ള മാറ്റങ്ങളും ആപ്പിൾ ബീറ്റ 2 കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ബീറ്റ 1 ഉണ്ടായിരുന്ന ഇമേജ് ക്രോപ്പിംഗ് ബഗ്, നമ്മളിപ്പോൾ ഒരു ഇമേജ് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ബീറ്റ 1 സേവ് ടു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞ് ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രോപ്പ് ചെയ്ത അതേ ഇമേജ് ഇവിടെ ഫുൾ സൈസിൽ കാണാൻ സാധിക്കും. എന്നാൽ ബീറ്റ 2 വന്നപ്പം അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഇമേജ് ക്രോപ്പ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ക്രോപ്പ് ചെയ്ത് അതേ രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറ ആപ്പിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അടുത്തുള്ള മൈക്രോ ഫോട്ടോഗ്രാഫിക്കുള്ള ആ ഒരു ഗിഫ് ഐക്കൺ കാണാൻ സാധിക്കും. സോ നമ്മൾ എന്തെങ്കിലും സബ്ജക്റ്റ് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റഡ് ആക്കി വെച്ചേക്കുന്നത്, അതിൻ്റെ ചുറ്റിനും ഒരു ഔട്ട്ലൈൻ വന്ന് അത് ഹൈലൈറ്റഡ് ആക്കി വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും. സോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പുറത്തുള്ള ആ ഒരു ഓപ്ഷൻസ് ഇതിലും നമ്മളിപ്പം നൈറ്റ് മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. വെട്ടം തീരെ ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഒരു ഔട്ട്ലൈൻ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിൽ നമ്മൾ എനേബിൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ യെല്ലോ ഔട്ട്ലൈൻ കാണാൻ സാധിക്കുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് സിറി ഓപ്ഷൻ വിഷ്വൽ ഇൻ്റലിജൻസിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഫോട്ടോ ഞാൻ എടുത്തു. ചിലപ്പം ആ ഒരു ഇമേജ് കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടാകാം. സോ ഈ പ്രാവശ്യം നമ്മൾ എടുത്തപ്പം കറക്റ്റ് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. അലുമു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ A09 ജിയോമെട്രിക് എയർപോർട്ട് കേസാണിത്. സോ അത് കറക്റ്റായിട്ട് തന്നെ റിസൾട്ടിൽ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം iOS 27 വന്നപ്പോഴാണ് നമുക്ക് ഈ മ്യൂസിക് പ്ലെയറിൻ്റെ മെനു, ഈ ഒരു കൺട്രോൾ മെനു നമുക്ക് ലോക്ക് സ്ക്രീനിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ബീറ്റ 1 അപ്ഡേറ്റിൽ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെനു നമുക്ക് കൺട്രോൾ മെനു നമ്മളുടെ ലോക്ക് സ്ക്രീനിൽ ലഭിക്കത്തില്ലായിരുന്നു. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ അത് പരിഹരിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് അത് ആ മ്യൂസിക് തന്നെ ആണോന്നില്ല, മറ്റേതെങ്കിലും മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മ്യൂസിക് മെനു എപ്പോഴും കിട്ടണമെന്നില്ല. 2-3 പ്രാവശ്യം നമ്മൾ മ്യൂസിക്കുകൾ മാറി മാറിയൊക്കെ പ്ലേ ചെയ്യുമ്പം ആ ഒരു മെനു നമുക്ക് ലോക്ക് സ്ക്രീനിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറ ആപ്പിൽ മാത്രമല്ല ആപ്പിൾ ഫോട്ടോസ് ആപ്പിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ 3 ഡോട്ട് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും നമുക്ക് ആസ്ക് സിറി ഓപ്ഷൻ ലഭിക്കുന്ന പോലെ തന്നെ ഇവിടെയും ആസ്ക് സിറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ബീറ്റ 1 ഈ 3 ഡോട്ട് ഓപ്ഷനിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കത്തില്ല. വേർ ഈസ് ദിസ് പ്ലേസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഞാൻ വിയറ്റ്നാമിൽ ട്രിപ്പ് പോയപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഫേ എന്നൊരു ഫോട്ടോ ആണ്. സോ നമ്മളെ ലൊക്കേഷൻ, ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ലൊക്കേഷൻ ഡേറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിയറ്റ്നാമിലെ ഹനോയ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ സ്ഥലവും ഇതെവിടെയാണ് സ്പോട്ട് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പ്രീവിയസ്ലി ബീറ്റ 1 നമ്മൾ എടുത്തിരിക്കുന്ന റോ ഇമേജസ്, ഇപ്പോൾ 2 റോ ആയിരുന്നു. അതിൽ നമ്മൾ എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ AI ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാനുള്ള ഫീച്ചർ വരത്തില്ലായിരുന്നു. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് 3 ഓപ്ഷൻ, ക്രോപ്പ്, അഡ്ജസ്റ്റ്, ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളായിരുന്നു. പക്ഷേ ബീറ്റ 2 വന്നപ്പം റോ ഇമേജസിനും AI ഫീച്ചേഴ്സ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനപ്പ്, എക്സ്റ്റെൻഡ്, റീഫ്രെയിം. സോ എക്സ്റ്റെൻഡ് ഓപ്ഷനിൽ നമ്മളിപ്പം എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഇവിടെ ഇറ്റ് വിൽ ടേക്ക് സം ടൈം എന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെ കാണിക്കത്തില്ല. എക്സ്റ്റെൻഡിങ് യുവർ ഫോട്ടോ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആൻഡ് വൺസ് എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്
പുതിയ അപ്ഡേറ്റിൽ യുവർ ഫോട്ടോ ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ടാപ്പ് ടു സി ഒറിജിനൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബീറ്റ 2-ൽ. എന്നാൽ ബീറ്റ 1-ൽ നിങ്ങൾക്ക് കാണാം യുവർ ഫോട്ടോ ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് എന്ന് മാത്രമേ കാണത്തുള്ളൂ. ഒറിജിനൽ കാണാൻ സാധിക്കില്ല ടാപ്പ് ചെയ്താൽ. പക്ഷേ ഇതിൽ ഒറിജിനലും കാണാം, പുതിയതും കാണാം, ഒറിജിനലും കാണാം, റീ എക്സ്റ്റെൻഡ് ചെയ്തതും കാണാം. 3 ഹോം ആപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. സോ ഹോം ആപ്പിൽ ഒന്ന് ആപ്പിൾ ഇന്റലിജൻസ് നമുക്കിപ്പം ഹോം ആപ്പിൽ സപ്പോർട്ടഡ് ആണ്. സോ ഇതിനോടൊപ്പം തന്നെ ഇതിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു അഡീഷൻ എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ TV, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൾ TV ഡയറക്റ്റ്ലി ഇവിടുന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതിനുള്ള ഒരു കിടിലൻ ഓപ്ഷനും ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് ലിക്വിഡ് ഗ്ലാസിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫീച്ചർ, ഒരു സ്ലൈഡർ ആപ്പിൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ ബീറ്റ 1-ൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റിലേക്ക് വന്നപ്പം അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്, ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പം 3 ഫിക്സഡ് ആയിട്ടുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് സ്ലൈഡർ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. വൺസ് നിങ്ങളുടെ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ സ്ലൈഡർ റീസെറ്റ് ആകുന്നതല്ലായിരിക്കും. നമ്മൾ എവിടെയാണോ ഫിക്സ് ചെയ്തേക്കുന്നത് ആ ഒരു ഫിക്സ് ചെയ്തേക്കുന്ന ഇൻറ്റൻസിറ്റിയിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ വന്ന മൊത്തം സഫാരിയിലാണ്. സഫാരിയിൽ നോട്ടിഫിക്കേഷൻ, നമ്മളിപ്പം ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു കിടിലൻ ഫീച്ചറാണ് നോട്ടിഫൈ മീ എന്ന് പറയുന്നത്. ഈ നോട്ടിഫൈ മീയുടെ അപ്പിയറൻസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ ഗിഫ് ഐക്കൺ മാറിയിട്ടുണ്ട്. നിങ്ങൾ കാണാം ഇവിടെ ആ ഒരു സിറി എയുടെ ഒരു രീതിയിലുള്ള ബാഡ്ജിങ് ആണ്, അല്ലെങ്കിൽ ഗിഫ് ഐക്കൺ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നോട്ടിഫൈ മീ എന്നുള്ള ആ ടെക്സ്റ്റ് തന്നെ കുറച്ച് ബോൾഡർ ആക്കിയിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ചെറുതാക്കിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഡിസ്ക്രൈബ് എ ചേഞ്ച് എന്നുള്ളതിൻ്റെ സജഷൻ ഉൾപ്പെടെ, പ്രൈസ് ഡ്രോപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും ഉൾപ്പെടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടൈം ഉൾപ്പെടെ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ സജഷൻസും നമുക്കിപ്പം കോപ്പി ചെയ്യാനും അല്ലെങ്കിൽ ആഡ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. ഇതെല്ലാമാണ് അപ്ഡേറ്റിൽ വന്ന പുതിയ മാറ്റങ്ങൾ. ഇതിന് പുറമെ കുറെ ബഗ് ഫിക്സുകളും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ വൈഫൈ ഡ്രോപ്പ് ആകുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈഫൈ ഡ്രോപ്പ് ആവും. സോ ആ ഒരു ഇഷ്യൂ ആപ്പിൾ ബീറ്റ 2-ൽ വന്നപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2 പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് ആണ്. നല്ല രീതിയിലുള്ള, പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കത്തില്ല, iOS-ൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ്. അതാണ് ഈ ഒരു അപ്ഡേറ്റിന്റെ പ്രധാന, അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രധാന റീസൺ. കാരണം ഈവൻ ഓൺ ബീറ്റ, കഴിഞ്ഞ വർഷങ്ങളിലെ ബീറ്റ അപ്ഡേറ്റുകൾ എടുത്തു നോക്കിയാൽ ബീറ്റ 1 എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ബീറ്റ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് തന്നെ മോശം അപ്ഡേറ്റുകളായിരിക്കും. നമുക്ക് യാതൊരു രീതിയിലുള്ള പെർഫോമൻസ് ഗെയിനോ കാര്യങ്ങളോ ഒന്നും ലഭിക്കത്തില്ല. പക്ഷേ ഇത് ഫ്രം ദ ബിഗിനിങ് ബീറ്റ 1 മുതലേ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അത് പുതിയ ഡിവൈസുകൾ മാത്രമല്ല, ഓൾഡ് ജനറേഷൻ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ഡിവൈസ് എന്ന് പറയുന്നത് iPhone 11 ആണ്. സോ അതിൽ പോലും ബെറ്റർ പെർഫോമൻസ് iOS 27 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം പിന്നെ വന്നൊരു മേജർ ചേഞ്ച് എന്ന് വെച്ചാൽ ലോ പവർ മോഡ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിവൈസിലാണെങ്കിലും എനേബിൾ ചെയ്തിട്ട് മാപ്പ് ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റട്ടറിങ്, നമുക്കറിയാം ഒരു ലാഗ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ പുതിയ അപ്ഡേറ്റിൽ, iOS 27 അപ്ഡേറ്റിൽ ഈവൻ ഓൺ ലോ പവർ മോഡ് ആണെങ്കിലും നിങ്ങളുടെ മാപ്പിന് യാതൊരു തരത്തിലുള്ള സ്റ്റട്ടറിങ്ങോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ബീറ്റ അപ്ഡേറ്റ് ഈസ് ഫോർ ഡെവലപ്പേഴ്സ്. ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള OS ആണ്, ഇത് റെഗുലർ യൂസിനുള്ള OS അപ്ഡേറ്റ് അല്ല. സോ ബെറ്റർ വെയിറ്റ് അണ്ടിൽ സെപ്റ്റംബർ, ഇതിന്റെ ഒഫീഷ്യൽ റിലീസ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ, ക്യാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വൺ. അണ്ടിൽ ദെൻ പീസ്.